പ്രൊഫസർ എം കെ സാനുവിന് വിട നൽകുകയാണ് കേരളം. എറണാകുളം ടൗൺ ഹാളിൽ ആണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത്. മൃതദേഹത്തിൽ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി ആളുകൾ ആണ് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺ ഹാളിൽ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 5 മണിക്ക് രവിപുരത്ത് നടക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ ദാർശനിക മുഖങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ യാത്രയാകുന്നത്. അധ്യാപകൻ, ദീർഘകാലം അധ്യാപകനായിരുന്നു. സാഹിത്യരചനകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ ആയിരുന്നു. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പ്രത്യേകിച്ച് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ എന്താണ് സാനുമാഷിന് പറയാനുള്ളത് എന്നതുകൂടി കേരളം കാതോർത്തിരുന്നു. അങ്ങനെ ദീർഘകാലം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പ്രതലത്തിൽ സാനുമാഷ് അടയാളപ്പെടുത്ത വ്യക്തിത്വം കൂടിയായിരുന്നു. അദ്ദേഹം വിട പറയുമ്പോൾ അത് ഒരു കാലഘട്ടത്തിലെ പ്രതിഭകളിലെ ഒരാൾ കൂടി എന്നുകൂടി എടുത്തു പറയേണ്ടതായുണ്ട്. ഇപ്പോൾ നവമി ചേരുന്നുണ്ട്. നവമി, ഒരു കാലഘട്ടം, ഇപ്പോൾ നമുക്കറിയാം കാലങ്ങൾ മാറുന്നു. കാലം മാറുന്നതിനനുസരിച്ച് പ്രതികരണത്തിൻ്റെ രീതിയും ഭാവവും ഒക്കെ മാറും. പക്ഷേ വലിയൊരു കാലഘട്ടത്തിൽ എന്താണ് ഓരോ വിഷയത്തിനും സാനുമാഷിന് പറയാനുള്ളത് എന്ന് കേരളം കാതോർത്തിരുന്നു. അങ്ങനെയുള്ള സാനുമാഷ് യാത്രയാകുമ്പോൾ അതിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ഉള്ളവർ ആണ് എത്തുന്നത്. സാനുമാഷിന് തന്നെ അദ്ദേഹത്തിൻ്റേതായ ഒരു ശിഷ്യഗണം ഉണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോഴും അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നു. എന്താണ് വിവരങ്ങൾ? സാനുമാഷിൻ്റെ പൊതുദർശനം എറണാകുളം ടൗൺ ഹാളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പൊതുദർശനത്തിന് അദ്ദേഹത്തിനെ അവസാനമായി കാണാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സാംസ്കാരിക, കലാ, രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപാണ് ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു മടങ്ങിയത്. ഒപ്പം KC വേണുഗോപാൽ, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും, കാരണം അവരുമായിട്ടൊക്കെ അത്രയും വലിയൊരു ആത്മബന്ധം പുലർത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു സാനുമാഷ്. ഒപ്പം സിനിമാ മേഖലയിൽ നിന്നുള്ള നടൻ സിദ്ദിഖ് ദേവൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. ഇത് വൈകുന്നേരം 5 മണിവരെ ആയിരിക്കും ഇവിടെ പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും സംസ്കാരം രവിപുരം പൊതുശ്മശാനത്തിൽ നടക്കുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. രാവിലെ അമൃത ആശുപത്രിയിൽ നിന്നും 9 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും നിരവധി ആളുകളാണ് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. സമയത്തിന് പോലും പൊതുദർശനത്തിന് ടൗൺ ഹാളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന ഒരു സംശയമുണ്ടായിരുന്നു. കാരണം അത്രയേറെ തിരക്കായിരുന്നു അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടി. കഴിഞ്ഞ ഈ അവസാന നാളുകളിൽ പോലും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം പോലും പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തിയപ്പോഴും മുഖ്യമന്ത്രി ചോദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിനോട്, ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ വീണ്ടും യാത്ര ചെയ്തൊക്കെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ മാഷിന് പറയാനുള്ളത് തനിക്ക് അവസാന നാൾ വരെയും തനിക്ക് പുസ്തകങ്ങൾ എഴുതണം, അത് പ്രസിദ്ധീകരിക്കണം, എല്ലാ രീതിയിലും പൊതു ഇടങ്ങളിൽ തന്നെ നിറഞ്ഞു നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് സാനുമാഷ് പറഞ്ഞിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയവർക്കെല്ലാവർക്കും സാനുമാഷുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തെക്കുറിച്ച് പറയാൻ
നിരവധി കാര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ സൗമ്യമായിട്ടുള്ള സ്വഭാവം, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി, ഇതെല്ലാം തന്നെ നമ്മുടെ രാഷ്ട്രീയമായിക്കോട്ടെ ഏത് വിഷയങ്ങളിൽ പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള നിലപാട് പറയാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്കിപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചില ഓർമ്മകൾ കൂടി ചോദിക്കാം. സാനു മാഷുമായിട്ട് വ്യക്തിപരമായ ഒരുപാട് അടുപ്പമുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മലയാള സാഹിത്യ ലോകത്തിന് പോലും വലിയൊരു നഷ്ടം തന്നെയാണ് സാനു മാഷ്. തീരാ നഷ്ടമാണ്. ഞാൻ DYFIയുടെ ഇവിടെ ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ മുതൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഞങ്ങളുടെയൊക്കെ നിരവധി പ്രോഗ്രാമുകളിൽ മാഷ പങ്കെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ, അതുപോലെ സൗജന്യ നീന്തൽ പരിശീലനം, സ്പോർട്സ് അടക്കം നിരന്തരം നടത്തുമ്പോൾ മാഷിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. എന്തായാലും മലയാളത്തിൻ്റെ സാഹിത്യ മേഖലയ്ക്ക് തീരാ നഷ്ടമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രൂപത്തിലല്ല, മറിച്ച് കഥാ, കവിത, സാഹിത്യം. ഈ ടൗണിൽ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും രാഷ്ട്രീയ ഭേദമന്യേ ഓടിയെത്താൻ മാഷ് തയ്യാറാണ്. കൃത്യം പറഞ്ഞാൽ ഒരു 20 ദിവസം മുമ്പ് ഇതേ ടൗൺ ഹാളിൽ തന്നെ ഒരു പ്രോഗ്രാമിന് മാഷ് വന്ന് ഒരു അരമണിക്കൂറിലധികം സംസാരിച്ച് പോയതാണ്. മാഷിൻ്റെ വിടവ് ശരിക്കും നമ്മുടെ മലയാള സാഹിത്യത്തിനും കേരളത്തിനും പ്രത്യേകിച്ച് പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിനെല്ലാം തീരാ നഷ്ടം തന്നെയാണ്. അരുൺകുമാറാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതൊരു സാഹിത്യ ലോകത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലോ മാത്രമല്ല, എല്ലായിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ വിടവ് അത് അങ്ങനെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. 98-ാം വയസ്സിലാണ് ഇപ്പോൾ അദ്ദേഹം നമ്മളോട് വിട വാങ്ങിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം അമൃത ആശുപത്രിയിൽ നിന്നും സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി അദ്ദേഹം ഒരു ദിവസം വീണ് ഇടുപ്പിലിന് ക്ഷതം പറ്റി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കൊണ്ടുപോയതാണ്. പിന്നീട് അദ്ദേഹത്തിന് ശ്വാസതടസ്സം ഉണ്ടാകുകയും തുടർന്ന് ന്യൂമോണിയയായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആയിരങ്ങളാണ് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയാനും കഴിയുന്നത്. അഭിലാഷ്. പ്രൊഫസർ MK സാനുവിന് യാത്രയയപ്പ് നൽകുകയാണ്. നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ ആണ് ഇപ്പോഴും അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് ഔദ്യോഗികമായി സംസ്കാര ചടങ്ങുകൾ നടക്കുക.